Good evening, dear friends. HSS English ക്ലാസ്റൂമിലെ വീഡിയോ ലെസൺസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്ലസ് 1ലെയും പ്ലസ് 2ലെയും ചില പാഠങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് അവതരിപ്പിച്ചിരുന്നു. അതേപോലെ എക്സാം സ്പെഷ്യൽ എന്ന പ്ലസ് 1നും പ്ലസ് 2വിനും കൂടെ പ്രയോജനകരമായ എക്സാം സ്പെഷ്യൽ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇംഗ്ലീഷ് പരീക്ഷ പ്ലസ് 2 ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ പാഠങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ പലപ്പോഴും എക്സാമിനേഴ്സിന്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണപ്പെടുന്ന എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭാഗങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു, ഓരോ പാഠത്തിലെയും ചില ആശയങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥാനം പിടിക്കാറുണ്ട്. ഒന്നാമത്തെ പാഠത്തിലെ വിമൻ എംപവർമെന്റ് ആണ് ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാന വിഷയം, സ്ത്രീ ശാക്തീകരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതിന്റെ തീം നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. ഒരു തീം വൈസ് മനസ്സിലാക്കുകയും അതേപോലെ ഒരു പാരഗ്രാഫ് ആ പ്രധാന ആശയങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്നുകിൽ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഡിബേറ്റ്, എസ്സേ ഏത് വന്നാലും നമുക്ക് അല്പസ്വല്പം മാറ്റങ്ങൾ വരുത്തി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വിമൻ എംപവർമെന്റിനെ കുറിച്ച്, ആ വിമൻ എംപവേർഡ് ആണോ, എംപവർമെന്റിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ 3 Lsനെ കുറിച്ച് എന്തൊക്കെയാണ് ആ 3 Ls. അപ്പോ പിന്നെ വിമൻ എംപവേർഡ് ആവാത്ത സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അത് ഒരു ക്വസ്റ്റ്യനിലൊന്ന് പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു പോയമാണ് എനി വുമൺ എന്നുള്ള പോയം. അതില് റോൾ ഓഫ് എ വുമൺ ഇൻ എ ഫാമിലിയാണ്, മദറിന്റെ ഒരു സ്ഥാനം. അതില് ആ നിലക്ക് അതും പ്രാധാന്യം അറിയിക്കുന്നു. അത് ചെറിയ ഒരു പോയമാണ്. അപ്പോൾ അതിന്റെ ഒരു സമ്മറി പഠിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ എനി വുമൺ എന്നുള്ള പോയത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സമ്മറി അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെങ്കിലും എളുപ്പം വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സമ്മറിയാണ്. അത് വായിച്ച് പഠിക്കുക. അത് ഏത് തരത്തിലാണ് വരുന്നത് എന്നതിനനുസരിച്ച് പ്രസന്റ് ചെയ്യാനും ശ്രമിക്കുക. പിന്നെ ആ യൂണിറ്റിൽ വരുന്നത് മാച്ച് ബോക്സ് ആണ്. അതും വിമൻ എംപവർമെന്റ് തന്നെയാണ്. നൊമിത എന്ന ഒരു ക്യാരക്ടർ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ വിമന്റെ ഒരു സ്ഥാനം ആണ് നൊമിത. അപ്പൊ നൊമിതയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച്, അജിത്തിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച്, ഇതൊക്കെ വളരെ ചെറുതാണ്, എളുപ്പം പഠിക്കാൻ പറ്റുന്നതാണ്. അജിത്തിന്റെ ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നൊമിതയുടെ ക്യാരക്ടർ അനലൈസ് ചെയ്യുക. അപ്പോൾ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു അജിത്ത്. അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ വുമന്റെ യഥാർത്ഥത്തിലുള്ള പ്ലൈറ്റ് കാണിക്കുകയാണ് നൊമിതയുടെ ലൈഫ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഈ ക്യാരക്ടറിനെയൊക്കെ ഒരു അല്പസ്വല്പം 2-3 സെന്റൻസ് എങ്കിലും ഓരോ ക്യാരക്ടറിനെ കുറിച്ചും ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് വിമൻ എംപവർമെന്റ് ആണ് ഫസ്റ്റ് യൂണിറ്റിലെ വിഷയം. അതുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഒരു 8 മാർക്കിന്റെ വെയിറ്റേജ് ഒക്കെ ഒരു 10 മാർക്ക് വരെ ഉള്ള വെയിറ്റേജ് അതിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത് ഹൊറിഗല്ലു എന്നുള്ള പാഠമാണ്. ആ ഹൊറിഗല്ലുവിന്റെ ഒരു തീം എന്താണ് ഹൊറിഗല്ലു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹൊറിഗല്ലു എന്താണ്? ഒരു അത്താണി, ഭാരം താങ്ങാനുള്ള, ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലം. അപ്പൊ അത് പിന്നെ ഒരു ഫിഗറേറ്റീവ് ആയിട്ടുള്ള മീനിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെ ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ള നിലക്ക് അതിൽ 2 ക്യാരക്ടറിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഗ്രാൻഡ്പ ആണ്, ഓദറിന്റെ ഗ്രാൻഡ്പ. രണ്ടാമത്തത് രത്ന എന്നുള്ള ഒരു ക്യാരക്ടറാണ്. ആരാണ് ഈ ഗ്രാൻഡ്പ? ഗ്രാൻഡ്പയുടെ റോൾ എന്താണ്? നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. പിന്നെ ആൽമരത്തിന് ചുവട്ടിലിരുന്ന് ചുമടുമായിട്ട് വരുന്ന ആളുകളുമായിട്ട് സംസാരിക്കുകയും പ്രത്യേകിച്ചൊന്നും നൽകാതെ തന്നെ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നതിലൂടെ ഈ യാത്രക്കാർക്കൊക്കെ ആശ്വാസം കിട്ടുകയും
അതുവഴി ഒരു വലിയ സാമൂഹിക സേവനം നിർവഹിക്കുകയും ചെയ്യുന്ന ആ ഗ്രാൻഡ്പ എന്ന ക്യാരക്ടർ. അതേ റോള് തന്നെയാണ് രത്ന എന്ന ഒരു ക്യാരക്ടറിന് ആധുനിക യുഗത്തിലല്ല, ആ കാലഘട്ടത്തിൽ, കഥാ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ മുംബൈയിലെ ഓഫീസിലുള്ള രത്നയുടെ ജോലി അല്ലെങ്കിൽ അവരുടെ സർവീസ് എന്താണെന്ന് ചോദിച്ചാൽ സഹപ്രവർത്തകരായ ആളുകൾക്ക് ഇടവേളകളിൽ അവരുമായിട്ട് സംസാരിക്കുക വഴി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രത്നയ്ക്ക് കഴിയുന്നു. അപ്പൊ ഈ രണ്ട് ക്യാരക്ടറും വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ തിരക്ക് പിടിച്ച ലോകത്ത് നമുക്ക് ഓരോ ആളുകൾക്കും കൊടുക്കാനുള്ള, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സേവനത്തെ സൂചിപ്പിക്കുന്ന ഒരു പാഠമാണ് ഹൊറിഗല്ലു എന്ന പാഠം. അപ്പോൾ ഗ്രാൻഡ്പ എന്ന ക്യാരക്ടറിനെ മനസ്സിലാക്കുക, രത്ന എന്ന ക്യാരക്ടറിനെ മനസ്സിലാക്കുക, അവരെന്ത് സർവീസാണ് ചെയ്യുന്നതെന്ന് പാഠം നോക്കി, അല്ല നിങ്ങളുടെ അടുത്തുള്ള എന്താണ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ അതിൽ നോക്കി പഠിക്കുക. പിന്നെ മെന്റിംഗ് വാൾ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്, അത് വീഡിയോ നോക്കി മനസ്സിലാക്കുക. അപ്പൊ മെന്റിംഗ് വാളും വളരെ പ്രധാനപ്പെട്ട ഒരു പോയമാണ്. സാർവലൗകിക സാഹോദര്യവും സ്നേഹവും അതേപോലെ മതിലുകൾ, എന്താണ് ഈ എപ്പോഴും മനുഷ്യ സ്നേഹത്തിനും അല്ലെങ്കിൽ മനുഷ്യർ പരസ്പരം അടുക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന മതിലുകളെ ഇല്ലാതാക്കാനുള്ള പോയറ്റിന്റെയും കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ നൈബറുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള എന്താണ് ആ വൈരുദ്ധ്യം. നൈബർ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് ചിന്തിക്കുന്ന നൈബറും, അതല്ല ആവശ്യമുള്ളിടത്ത് മാത്രമേ മതിലുകൾ നിർമ്മിക്കേണ്ടതുള്ളൂ, ആവശ്യമില്ലാത്തടത്ത് മതില് കെട്ടുന്ന മനുഷ്യന്റെ സ്വഭാവം തികച്ചും ഈ ആധുനിക സമൂഹത്തിന് അന്യമാണ് എന്ന് കാണിക്കുന്ന മെന്റിംഗ് വാളിലെ ആ ആശയവും മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് മറ്റേ ഈ സൗഹൃദത്തെക്കുറിച്ച് പറയുന്നത് മറ്റൊരു ഭാഗമാണ് അമിഗോ ബ്രദേഴ്സ്. അമിഗോ ബ്രദേഴ്സ് കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള സൗഹൃദം, അതേപോലെ അവരുടെ സൗഹൃദവും സ്പോർട്സ്മാൻ സ്പിരിറ്റും രണ്ടും തമ്മിലുള്ള ഈ മത്സരത്തിൽ അവരുടെ സൗഹൃദം ജയിക്കുന്നു. അപ്പൊ അവിടെയുള്ള ചില എന്താണ് ആശയ ചർച്ചകൾ, എന്താണ് അവർ സൗഹൃദത്തിനാണ് വില കൊടുത്തത് അല്ലെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വില കൊടുക്കേണ്ടതായിരുന്നോ, ഇങ്ങനെയുള്ള ഡിബേറ്റിംഗ് ടോപ്പിക്കാണ് അത്. പിന്നെ അടുത്തത് ദ അവർ ഓഫ് ട്രൂത്തിലെ റോബർട്ട് ബാൾവിൻ എന്ന ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ സിൻസിയറിറ്റി, ഡെഡിക്കേഷൻ, അതേപോലെ തന്നെ ട്രൂത്ത്ഫുൾനെസ്, എന്താണ് ഏത് പ്രത്യേക സാഹചര്യത്തിലും ഏത് വെല്ലുവിളിക്ക് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെയും എന്താണ് ഡെഡിക്കേഷൻ, എന്താ പറയാ സിൻസിയറിറ്റിയെയും അതേപോലെ തന്നെ ഡെഡിക്കേഷനെയൊക്കെ വെല്ലുവിളിക്ക് വിധേയമാകുമ്പോൾ ആ വെല്ലുവിളിയൊക്കെ അതിജീവിച്ച് അദ്ദേഹം സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു ഓഫീസറുടെ ഒരു റോളാണ് റോബർട്ട് ബാൾവിൻ എന്ന ക്യാരക്ടറിനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് അതുമായിട്ട് കണക്ട് ചെയ്ത് ഏത് തരത്തിലുമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇപ്പോ എല്ലാം പറഞ്ഞെങ്കിലും വളരെ പ്രധാനമായിട്ട് പറഞ്ഞത് വിമൻ എംപവർമെന്റ് ആണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ് ഈ രത്ന അതേപോലെ ഗ്രാൻഡ്പ ഇവരുടെ സോഷ്യൽ സർവീസിനെ കുറിച്ചാണ്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത്, വളരെ പ്രധാനമായിട്ട് പറയുന്നത് ത്രീ വീൽ റവല്യൂഷൻ എന്ന പാഠത്തിലെ ഇർഫാൻ ആലം ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചാണ്. ഇതും എപ്പോഴും ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് മനസ്സിലാക്കി വെക്കുക. സംരംഭകത്വമാണ്. നമ്മൾ പിന്നെന്താണ് വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് വിജയത്തിലേക്ക് കുതിക്കുന്ന, അത് ഒരു എന്താണ് അത് മറ്റൊരു നിലക്കും ആ പാഠം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ എന്താണ് വിജയത്തിലേക്ക് മുന്നേറുന്ന ഒരു യുവത്വം, അതാണ് നമ്മുടെ ഇന്നത്തെ ആവശ്യം. അപ്പൊ അതിന്റെ ഒരു പ്രതിനിധിയായിട്ട്, ഒരു പ്രതീകമായിട്ട് നമുക്ക് ഇർഫാൻ ആലത്തെ എടുക്കാം. അദ്ദേഹത്തിന്റെ ത്രീ വീൽ റവല്യൂഷൻ എന്ന പാഠത്തിൽ അങ്ങനെ ഒരു ഓൺട്രപ്രണറെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ വിജയവും വിജയത്തിന്റെ കഥകളും. അപ്പൊ എന്താണ് ഓൺട്രപ്രണർഷിപ്പ്, നല്ലൊരു ഓൺട്രപ്രണർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇർഫാൻ ആലത്തിന്റെ കഥ വെച്ചുകൊണ്ട് പിന്നെ നമുക്ക് വിജയിക്കാൻ വേണ്ട മാർഗങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റാന്നുള്ള സ്പീച്ചോ അല്ലെങ്കിൽ എസ്സേയോ ഏതെങ്കിലും ഒന്ന് പലപ്പോഴും ചോദിക്കുന്നതാണ്. സ്റ്റാമർ എന്നുള്ള പോയം പ്രത്യേകം ചെയ്തിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. പോയം എന്ന നിലയ്ക്ക് ഏതെങ്കിലും രണ്ട് പോയത്തിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സ്റ്റാമറൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയമാണ്, നല്ല അർത്ഥ തലങ്ങളുള്ള പോയമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ടത്, നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്നുള്ളതിൽ എന്താണ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്. പ്രകൃതി സംരക്ഷണവും അതിന്റെ പ്രാധാന്യവുമൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സാർവലൗകികമായ പ്രാധാന്യമുള്ള വിഷയമാണ് ഇത്. സാർവലൗകിക പ്രാധാന്യമുള്ള വിഷയമാണ്. അപ്പോൾ വാങ്കാരി മാതായി അവരുടെ അനുഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവുമൊക്കെ ഉൾക്കൊള്ളുന്ന ആ പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എസ്സേ എന്താണ് മെറ്റീരിയൽ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ നോക്കി പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും പരീക്ഷ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ എല്ലാം പ്രധാനമാണ് എങ്കിലും എന്റെ ഒരു കണക്കുകൂട്ടലിൽ ഈ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് തോന്നിയത് കൊണ്ട് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പാഠങ്ങളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സമയമില്ല, അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ പ്രാധാന്യമുള്ള വിഷയങ്ങൾ എല്ലാ പാഠവും ഒരു പാഠം എടുത്തിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പാഠത്തിലെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണുള്ളതെന്ന് നോക്കുക, അവരുടെ റോൾ എന്താണെന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എപ്പോഴും തീമുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചോദ്യം ചോദിക്കുക. ഇപ്പോൾ ഏത് പാഠത്തിലായാലും തീമുമായിട്ട് ഒരു ലിങ്ക് കൊടുത്തില്ലെങ്കിൽ മാർക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ തീമുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ഒരു ലിങ്ക് നിങ്ങൾ അതിന്റെ സമ്മറി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം എല്ലാം എഴുതാൻ. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ച് ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ മാത്രമേ പരീക്ഷയ്ക്ക് ബാക്കിയുള്ളൂ. ആ മണിക്കൂറുകൾ നന്നായി ഉപയോഗപ്പെടുത്തുക. സമയമുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ അടുത്ത ദിവസവും ഏതെങ്കിലും 1-2 പാഠങ്ങളും കൂടെ ചെയ്യാൻ ശ്രമിക്കും. ഇതുവരെ എന്നെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.